അയ്യോ എടാ നീ എവിടെയായിരുന്നു? ഇങ്ങനെ എത്ര വിളി വിളിച്ചു ഞാൻ. വീട്ടില് മരം മുറിക്കാൻ ആൾക്കാർ വന്നിരുന്നു. ഇപ്പം വന്നപ്പോഴല്ലേ സീരിയസ് മനസ്സിലായി. എന്താ അവനെ? എന്നിട്ട് അവൻ എവിടെ? നോക്ക് എന്താ സംഭവിച്ചതെന്ന്. അയ്യോ എന്നെ മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കിയേ, ക്ലീറ്റസ് കളിയൻ, ക്ലീറ്റസ്. ആ ഇത് സംഭവം തലയ്ക്ക് എന്തോ പറ്റിയിട്ടുള്ളൂ. തേങ്ങ വല്ലതും വീണോ? മിണ്ടാതിരിക്കണോ കനക? ഇതെന്ത് വേഷാടത്? നീ എന്തൊന്നും മിണ്ടാത്ത്? ഇങ്ങോട്ട് നോക്ക്. ഞാൻ ആരാന്ന് മനസ്സിലായോ? അമ്മാമൻ. ഓ അതൊന്നും ചോദിക്കേ, ഗുണമുള്ള എന്തെങ്കിലും ചോദിക്കേ. അളിയാ അളിയാ അളിയന് ഇരിക്കുന്ന ഈ വീട് ആരുടേതാണെന്ന് അളിയന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓ അളിയൻ്റെ റിലേ കംപ്ലീറ്റ് പോയി. എന്തായാലും ഭാഗ്യം, തക്കളി മോളുടെ ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ അസുഖം ശരിക്കും നടക്കാം. എന്താ ആർത്തിയാണത്? ആർത്തി എല്ലാവർക്കും ആർത്തിയാണ്. ആർത്തി മൂത്ത് സമ്പാദിച്ച് കൂട്ടും. എന്തിന്? അവസാനം എല്ലാം ചെന്നെത്തുന്ന ഒരു വലിയ ശൂന്യതയിലാണ്. അവസാനം എല്ലാം ചെന്നെത്തുന്നത് മരണത്തിലാണ്. അതെ, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ അകത്തേക്ക് വെക്കേ, ഞങ്ങൾ കുറച്ചേരം സംസാരിക്കട്ടെ. അതെ, ഞാനും അമ്മാവനും കൂടെ കുറച്ചേരം സംസാരിക്കുമ്പോൾ അളിയനെല്ലാം ഓർമ്മ വരുന്നേ. വിളിച്ചോട്ട് പോകും. തങ്കോച്ചെല്ലാം കണ്ടേ ഇല്ലേ? ഓ ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് അതിനെ വിഷമിപ്പിക്കല്ലേ. എന്നാലും ഇത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചിണ്ടല്ലേ? അയ്യോ കന പോണ് പിടിക്കാൻ അളിയാ. ഇവൻ അങ്ങനെ പോണെങ്കിൽ അങ്ങ് പോട്ടമ്മാവാ. നമ്മളാരും അറിഞ്ഞോടാതെ നമുക്ക് എന്ത് ഗുണം അവനെ കൊണ്ട്. കനക, നിനക്ക് എന്താണ് സംഭവിച്ചേ? സംഭവിച്ചത് തലയ്ക്ക് എന്തോ കാര്യമായിട്ട് തന്നെ. നീ മിണ്ടാതെ. സംഭവിച്ചതെല്ലാം മിഥ്യയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നതും മിഥ്യയാണ്. അങ്ങനെയല്ലേ ഗീത പറയുന്നത്? ഗീത അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതാരമ്മാവാ? എന്താടാ? എല്ലാ ശ്ലോകങ്ങളും ആത്മാവിന്റെ പൂർത്തീകരണത്തിനുള്ളതാണ്. അമ്മാവാ, എനിക്ക് തോന്നുന്നു ഇഷ്ടഭക്ഷണം എന്തോ കിട്ടാതെ ആർത്തി മൂത്ത് ഭ്രാന്തായതായിരിക്കും. അളിയോ അളിയ ഭക്ഷണം എന്തേലും കഴിച്ചായിരുന്നോ? ഭക്ഷണം അനശ്വരമല്ലാത്ത ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം കൊണ്ടൊക്കെ എന്ത് പ്രയോജനം? അപ്പൊ അതുമല്ല. അല്ല, നീ ഇന്ന് ഓഫീസ് പോണില്ലേ? മനസ്സമാധാനം കിട്ടാത്തിടം മൂഢന്മാരുടെ സത്രങ്ങളാണ്. വിവേകികളായിട്ടുള്ള ആളുകൾ ആരും അവിടേക്ക് പ്രവേശിക്കില്ല. എടാ, മുൻകൂട്ടി ലീവിന് അപേക്ഷിക്കാണ്ട് ഇങ്ങനെ മന്ത്രം ജപിച്ച് നടന്നാലേ സസ്പെൻഡ് ചെയ്യും. അരനാഴിക നേരത്തെ ജീവനെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്താലെന്ത്, സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സഹോദരൻ? സഹോദരനോ? എടാ, ഞാൻ നിന്റെ അമ്മാവനാണ്. അമ്മാവാ, അതെ ഞാൻ പറയാം. അളിയൻ തല തണുക്കെ ഒന്ന് കുളിച്ച് ഭക്ഷണം എന്തേലും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. ഓഫീസിലൊന്നും പോണ്ട കേട്ടോ. ഞാൻ പുണ്യതീർത്ഥം കൊണ്ട് ദിവസവും കുളിക്കുന്നുണ്ടല്ലോ. ഈ ദേഹമല്ല, ദേഹി. അതേത് ദേവി? ദേവിയല്ല, ദേഹി, ആത്മാവ്. അല്ല, നീ സന്യസിക്കാൻ തന്നെ പുറപ്പാട്? അതെ, ആത്മാവിനെ ഈശ്വര ചൈതന്യത്തിലേക്ക് എത്തിക്കുക. കാമം, ക്രോധം, മോഹം ഇവകളെ മേൽവസ്ത്രം പോലെ ഊരി എറിയുക. എന്നിട്ട് മനസ്സിനെ പരമമായ ആനന്ദത്തിലേക്ക് ലയിപ്പിക്കുക. അത് വേണം അളിയ, അത് വേണം. പക്ഷേ അതിന് പറ്റിയ സ്ഥലം ഇവിടെ അല്ല. ഏതെങ്കിലും നല്ല പാറപ്പുറത്തോ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ഏതെങ്കിലും കാട്ടിലേക്ക് പോകളിയോ. അവിടെ ആകുമ്പോൾ ആരും ശല്യം ചെയ്യാൻ വരില്ല. പ്രകൃതിയും പുരുഷനും അനാദികളാണ്, തുടക്കമില്ലാത്തത്. വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു. നിർഗുണജീവികളെ അളിയൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായ അവസാനം? അളിയനെ കൊണ്ട് ഇനി ഒരു ഗുണവും ഇല്ലാന്ന്. ഇതേതോ മൂത്ത കേസാണ് കേട്ടോ അമ്മാവ. ഇത് പെട്ടെന്നൊന്നും കുറയത്തില്ല. ഇത് എന്താണൊരു പോകുമ്പഴി. Alien versus Alien.